PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോയാലും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഗുണം കേരളത്തിന് കിട്ടുമെന്ന് ഇടതുപക്ഷം കരുതുന്നില്ല. പക്ഷേ ഇതിന്റെ പേര് പറഞ്ഞ SSI നമുക്കറിയാം, സർവശിക്ഷാ അഭിയാന്റെ 2022 മുതൽ കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് ഇത് ഒപ്പിട്ടാൽ മാത്രമേ അത് തരൂ എന്നുള്ള വലിയ ബാർഗൈനിങ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് വഴിയേ അറിഞ്ഞോളൂ. ഇപ്പൊ ഈ PM ശ്രീനെ കേരളത്തിൽ ഏറ്റവും വലിയ വിഷയമാക്കിയതാണ് PG ബിനോയ് വിശ്വം. അദ്ദേഹത്തെ ഒന്നും നോക്കണ്ടല്ലോ. സാധാരണക്കാരന്റെ മക്കള്, പാവപ്പെട്ട മക്കള് ഒരു ബ്ലോക്കിൽ 2 സ്കൂളെടുത്ത് തെരഞ്ഞെടുക്കപ്പെടും. ആ സ്കൂളിൽ ഓരോ വർഷം 1.33 crores വെച്ചിട്ട് കിട്ടും. ഏകദേശം അത്രയും പണം കിട്ടും. അവന്റെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടും. ഈ ബിനോയ് വിശ്വത്തിന്റെ മോൾ അവിടെ PG എന്നറിയോ? മറ്റേ എന്നെ ലോ ചെയ്തെന്നറിയോ? ഈ ന്യൂയോർക്കിലാണ്, ബൂർഷ്വാ രാജ്യത്തിൽ പോയിട്ട് ന്യൂയോർക്കിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്വന്തം മകളെ ലോ പഠിപ്പിക്കാൻ വിട്ടിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പറയുന്ന ബിനോയ് വിശ്വം പറയാ പാവപ്പെട്ടവന്റെ മക്കൾ, സാധാരണക്കാരന്റെ മക്കൾ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിനെ എതിർക്കുന്ന പിണറായി വിജയന്റെ മകൻ എവിടെ പഠിച്ചിട്ടുള്ളത്? പിണറായി വിജയന്റെ മകൻ പഠിച്ചിട്ടുള്ളത് UK-യിലാണ്. MBA ചെയ്തിട്ടുള്ളത് UK-യിലാണ്. ഈ തോമസ് ഐസക്കിന്റെ മകൾ പഠിക്കുന്നത് ന്യൂയോർക്കിലാണ്. അതല്ല ഉദ്ദേശം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും ഇവിടെ നമ്മളോടൊപ്പം അരുൺകുമാർ അടക്കമുള്ള ആവർത്തിച്ച് പറയുന്നതാണ് ഫണ്ട് തടഞ്ഞത് കാരണം, കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞത് കാരണം PM ശ്രീ നിർബന്ധിതമായിട്ട് ഒപ്പിടേണ്ടി വന്നു. ഇപ്പൊ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിന്റെ ഭാഗം ഞാൻ വായിക്കാം. ഫണ്ടിംഗ് ഡേറ്റ പ്ലേസ്ഡ് ബിഫോർ ദ കോർട്ട് ഷോസ് വേരിയേഷൻസ് ഓവർ ദ ഇയേഴ്സ് ബിറ്റ്വീൻ അപ്രൂവ്ഡ് അമൗണ്ട്സ്, ആക്ച്വൽ റിലീസസ് ആൻഡ് യൂട്ടിലൈസേഷൻ ബൈ ദ സ്റ്റേറ്റ്. For 2024-25, no central funds were released due to pending documentation, while for 25-26, rupees 452.05 crores have been approved, with 99.27 crore released so far. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ റിലീസ്, അതായത് അനുവദിച്ച പണവും കിട്ടിയ പണവും ഉപയോഗിച്ച പണവും തമ്മിലുള്ള കണക്ക് പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്തതുകൊണ്ട്, അവരിത് സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് പണം പിന്നീട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ വന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അപ്ഡേറ്റ് കൊടുത്താണ്. എന്റെ വക്കീലുണ്ടായിരുന്നല്ലോ, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.